റോഡുകൾ കുരുതിക്കളങ്ങളാകുമ്പോൾ ഉത്തരവാദികളാര്? ഈ വിഷയത്തിലായിരുന്നു ഷെക്കീനാനോസ് ഇന്നത്തെ പ്രതികരണം തേടിയത്. തെരഞ്ഞെടുത്ത പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. റോഡുകൾ കുരുതിക്കളങ്ങളാകുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ആരുടെ മേലും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനകൾ പലപ്പോഴും ഒരു പ്രഹസനവും ഒരു ധനാഗമന മാർഗവുമായി അധപതിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തന്നെയും, അവ നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും, നമുക്ക് മറ്റ് പല മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ അമിതമായ ഉപയോഗം ഒരു പ്രധാന വില്ലനായി ഈ അപകടങ്ങളിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുപോലെ KSRTCയും നാഷണൽ പെർമിറ്റും അതുപോലെ മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഒരു ദീർഘദൂര സർവീസ് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും ഒരു സുരക്ഷിതമായ താവളത്തിലെത്തിയതിനു ശേഷമാണ് ഒരു വിശ്രമം സാധിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള ആ പാച്ചിലിൽ ഇതൊരു ഉറക്കം ഇഴിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ദീർഘദൂര സർവീസുകൾ സ്വാഭാവികമായും അത് ഒരു ഘടകമായി നമ്മുടെ മുന്നിൽ നിൽക്കും. നമ്മുടെ നാട്ടിലെ വാഹനാപകടങ്ങളുടെ തോത് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. കാരണങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും വലിയ ദേശീയ നഷ്ടമായ ഈ റോഡുകൾ കുരുതിക്കളങ്ങളാകുന്ന അവസ്ഥയ്ക്ക് ഏതു വിധേനയും അവസാനം ഉണ്ടാക്കേണ്ടതാണ്. നിയമം നടപ്പാക്കുന്നതിൽ വലിയ ജാഗ്രതയില്ലാത്ത ഒരു ജനതയും അതുപോലെ തന്നെ നിയമം നടപ്പാക്കുന്നതിൽ വൈമുഖ്യമുള്ള ജാഗ്രതക്കുറവുള്ള ഒരു ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃത്തവും എല്ലാം കൂടി ചേരുമ്പോൾ റോഡുകൾ വീണ്ടും കുരുതിക്കളങ്ങളാകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. റോഡുകളിൽ ഇന്ന് കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളും. അശ്രദ്ധ മൂലം വാഹനമോടി അപകടങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് ലൈസൻസ് കിട്ടാത്ത പ്രായത്തിൽ വാഹനം കൊടുത്തുവിട്ട് നിരവധി പേരുടെ ജീവന് അപഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അധികാരികളും. ഇന്ന് മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്ന നിരവധി പേരുണ്ട്. മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാതെ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നുന്ന വിധത്തിൽ വാഹനം ഓടിക്കുന്നു. മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അവരുണ്ടാക്കുന്ന തിരക്ക്, ചില സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെല്ലുമ്പോൾ നിരപരാധിയായ ആളുകൾ കയറി വരുന്നവരെ അപഹരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികൾ കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ് അധികൃതർ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ കുഴികളിൽ ചാടി അമിത വേഗത്തിൽ പോകുന്ന വാഹനം പെട്ടെന്ന് അപകടത്തിൽപ്പെടാറുണ്ട്. സ്കൂൾ നിരത്തിലൂടെ സ്കൂളിൻ്റെ അരികിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുട്ടികൾ എത്രയോ പേര് മരണപ്പെട്ടു പോകുന്നു. അമിതമായ സ്പീഡാണ് ഇതിന് കാരണം. കേരള സംസ്ഥാനത്തുടനീളം ദൈനംദിനം വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഭീതിജനകവും ആശാവഹവുമായ ഒരു കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ഉദാസീന മനോഭാവവുമാണ് ഇത്തരം അപകടങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കാലത്ത് ഏലപ്പാറ ഭാഗത്തു നിന്നും താഴേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും 80 വയസ്സുള്ള വൃദ്ധമാതാവ് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ബസ്സിൻ്റെ ഡോറ് കൃത്യമായി ബന്ധിക്കുന്നതിന് അതിന് ലോക്ക് സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ സർക്കാർ വാഹനങ്ങൾ പോലും നിരത്തിൽ ജീവൻ പൊലിയുന്ന രീതിയിൽ അപകടം വിതച്ച് മുന്നോട്ട് ഓടുന്ന ഈ കാലയളവ് എന്ന് പറഞ്ഞാൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും നിരുത്തരവാദപരമായ സമീപനവുമാണ് മനുഷ്യജീവനുകൾ റോഡിൽ പൊലിയാൻ ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്നത്. റോബിൻ, നിരത്തുകൾ ഇങ്ങനെ കുരുതിക്കളങ്ങളാകുമ്പോൾ നമുക്കും കുറച്ചൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഓരോ ജനങ്ങൾക്കും, വണ്ടി ഓടിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിയമങ്ങൾ ആ പുസ്തകത്തിനകത്ത് മാത്രമുള്ളതല്ല, ഓരോ പൗരനും അനുസരിക്കാൻ കൂടി ഉള്ളതാണെന്ന് ഇപ്പോൾ ജനങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരട്ടെ. ഓരോ പൗരന്മാരും അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തിരിച്ചറിയട്ടെ.